മത്തായിയുടെ സുവിശേഷം 13 അധ്യായം 24 വാക്യം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13:24 യേശു തമ്പുരാൻ പറയുന്ന ഒരു ഉപമയാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 13 അധ്യായത്തിന്റെ പ്രത്യേകത ഉപമകളുടെ അധ്യായമാണ്. ഉപമകളാണ്. അതിൽ 7 ഉപമ നമുക്ക് അതിൽ കാണാൻ പറ്റും. ഈ ഉപമകളെല്ലാം ദൈവരാജ്യത്തെ സംബന്ധിച്ചാണ്. ദൈവരാജ്യത്തെ സംബന്ധിക്കുന്ന ഒരു വലിയ പ്രഘോഷണം മത്തായിയുടെ സുവിശേഷത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഈ 13 അധ്യായം വളരെ വിശേഷപ്പെട്ട അധ്യായമാണ്. നിങ്ങൾ മത്തായി സുവിശേഷം വായിക്കുമ്പോൾ ഈ 28 അധ്യായങ്ങളിൽ നിങ്ങളുടെ വിശേഷ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു അധ്യായമാണ്. ഈ 5, 6, 7 അധ്യായങ്ങളിൽ നമ്മൾ മലയിലെ പ്രസംഗം എല്ലാമായിട്ട് കാണുന്ന, അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു അധ്യായം തന്നെയാണ്. വേറിട്ട് നിൽക്കുന്ന ഒരു അധ്യായമാണ് 13 അധ്യായം. 13 അധ്യായത്തിൽ ഒറ്റ അധ്യായത്തിൽ 7 ഉപമയാണ് നിങ്ങൾ കാണുന്നത്. ആ ഉപമകൾക്കൊരു പ്രത്യേകതയുണ്ട്. കടൽ തീരത്ത് വെച്ചാണ് യേശു തമ്പുരാൻ ഉപമ പറയുന്നത്. ഇതിൽ 4 ഉപമ കടൽ തീരത്ത് വെച്ച് പറഞ്ഞിട്ട് തിരിച്ച് അവരെല്ലാം കൂടെ വീട്ടിൽ വന്നു കഴിഞ്ഞ് ബാക്കി ഉപമ വീട്ടിലിരുന്ന് ശിഷ്യന്മാരോടാണ് പറയുന്നത്. നിങ്ങൾ ഇനി ആ ഉപമ നോക്കിയാൽ മതി. 4, 3, 7 ഉപമ നിങ്ങൾ കാണുമ്പോൾ ആദ്യത്തെ 4 ഉപമ പബ്ലിക്കായിട്ട് കടൽ തീരത്ത് വെച്ച് എല്ലാവരോടും പറയുന്നതും, പിന്നെ 3 എണ്ണം വീട്ടിൽ വന്നിട്ട് ശിഷ്യന്മാരോട് പറയുന്നതുമായിട്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങൾ അധ്യായം ശ്രദ്ധിച്ച് വായിക്കണം. വർഷങ്ങളോളം ധ്യാനിക്കാനും പഠിക്കാനും പ്രബോധിപ്പിക്കാനും ഒക്കെ വക നൽകുന്ന ഒരു അധ്യായം തന്നെയാണ്. നൂറ്റാണ്ടുകളായി സുവിശേഷ പ്രഭാഷകരെ വളരെ ആകർഷിച്ചിട്ടുള്ള, അതുപോലെ പ്രസംഗം, പിന്നെ ഗ്രന്ഥങ്ങൾ, ഇതിലൊക്കെ വിഷയീഭവിച്ചിട്ടുള്ള, ഇന്നും തർക്കങ്ങൾ നിലനിൽക്കുന്ന, അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്ന ഒക്കെ ആയിട്ടുള്ള ഒരു അധ്യായമാണ്. ഈ അധ്യായത്തിലെ വളരെ ശ്രദ്ധേയമായ ഒരു ഉപമയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അവിടെ അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകും. ഈ ഉപമകൾ പഠിക്കുന്ന സമയത്ത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു പ്രത്യേക കാര്യത്തെ പറ്റി പറയാനായിരിക്കും ഒരു ഉപമ പറയുന്നത്. ആ ഉപമ പറയുമ്പം അതിന്റെ മറ്റു വിശദാംശങ്ങളെ താരതമ്യം ചെയ്താൽ ചിലപ്പോൾ ഉത്തരം കിട്ടണം എന്നില്ല. അപ്പൊ എന്തിനെയാണോ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് അത് മാത്രമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പൊ ഒരു ഉപമ പറയുന്ന സമയത്ത് ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ നടന്നു പോകുമ്പോൾ എന്നൊരാള് ഒരു ഉപമ പറയുകയാണെങ്കിൽ ആ ഉപമയുടെ വ്യാഖ്യാനം, ആ ഉപമയിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നത് എടുക്കാതെ അപ്പൊ അയാളുടെ ഭാര്യ എവിടെയായിരിക്കും എന്ന് പറഞ്ഞ് ആ ഉപമയെ വ്യാഖ്യാനിക്കാൻ പോയാൽ ശരിയാവില്ല. അതുകൊണ്ട് ഇവിടെ എന്താണ് ഈ ഉപമ പറഞ്ഞിരിക്കുന്നത്? ഇപ്പൊ ഒരു മനുഷ്യൻ, അപ്പം ഇതാരാണ് ഈ മനുഷ്യൻ എന്നൊക്കെ ചോദിച്ച് ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ അപ്പൊ എന്താണ് യേശു തമ്പുരാൻ പറഞ്ഞിരിക്കുന്ന ഉപമ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകുന്നു. മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് കോതമ്പിന്റെ ഇടയിൽ കള വിതച്ച് പോയി കളഞ്ഞു. ഞാറ് വളർന്ന് കതിരായപ്പോൾ കളയും കാണായി വന്നു. അപ്പോൾ വീട്ടുടയവന്റെ ദാസന്മാർ അവന്റെ അടുക്കൽ ചെന്ന്, യജമാനെ വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്, പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു. ഞങ്ങൾ പോയി അത് പറിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു. അതിനവൻ ഇല്ല, പക്ഷെ കള പറിക്കുമ്പോൾ ഗോതമ്പും കൂടെ പിഴുതു പോകും. രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറിച്ച് കൂട്ടി ചുട്ട് കളയേണ്ടതിനെ കെട്ടുകളായി കെട്ടുവാനും കോതമ്പ് എന്റെ കളപ്പുരയിൽ കൂട്ടിവെപ്പാനും കൽപ്പിക്കും എന്ന് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ ഈ ഉപമ. പിന്നീട് മറ്റൊരു ഉപമയിലേക്ക് പോവാണ്. അപ്പൊ ഈ ഉപമയില് നമ്മളൊരു കൃഷി, ആ ഉപമയിലെല്ലാം വിത്ത് വിതയ്ക്കുന്ന ഉപമകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ആ ഉപമകളെല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ വിത്ത് വിതയ്ക്കുന്നത് കാണാൻ പറ്റും. വിത്ത് പല സ്ഥലത്ത് വീഴുന്ന ഒരു ഉപമ കാണാൻ പറ്റും. പിന്നെ ഇനി ഇത് കഴിയുമ്പോൾ അടുത്ത ഉപമ പറയുന്നത് കടുകുമണിയോട് സദൃശം, അതൊരു മനുഷ്യൻ എടുത്ത് തന്റെ വയലിലിട്ടു. അപ്പൊ ഒരു വയല് അല്ലെങ്കിൽ ഒരു കൃഷിസ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഉപമകളിൽ കൂടുതലും കർത്താവ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ദൈവത്തിന്റെ കൃഷി, കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് പറയുന്ന നിങ്ങൾ ദൈവത്തിന്റെ കൃഷി, ഇതൊരു താരതമ്യമാണ്. യേശുക്രിസ്തു പിതാവിനെ പരിചയപ്പെടുത്തുന്നത് നമുക്ക്, എന്റെ പിതാവ് തോട്ടക്കാരനാകുന്നു എന്നാണ്.
താൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്, പിതാവ് തോട്ടക്കാരനാണ്. അപ്പം ദൈവത്തെ തന്നെ ഒരു ഗാർഡിനറായിട്ട്, തോട്ടക്കാരനായിട്ട് യേശുക്രിസ്തു അവതരിപ്പിക്കുന്നു. പൗലുസ്ലീഹായുടെ ഭാഷയിൽ പറയുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ കൃഷിയാണ് എന്ന് പറയുന്നുണ്ട്. ഇതൊരു താരതമ്യമാണ് കേട്ടോ. അപ്പൊ അത് ആ രീതിയിൽ മനസ്സിലാക്കിയെങ്കിലേ നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാവുള്ളൂ. ഇപ്പൊ ഇവിടെ കർത്താവ് പറയുന്നത് കളയും വിളയും ഒരുമിച്ച് നിൽക്കുന്ന ഒരു വയല്, ഈ വയലിനെ ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പൊ അതിൽ കംപ്ലൈന്റ് പറയുന്നവരുണ്ട്. കംപ്ലൈന്റ് പറയുന്നവരോട് കർത്താവ് പറയണം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, രണ്ടും കൊയ്ത്തോളം വളരട്ടെ. ഇനി നിങ്ങൾ ഈ ഉപമ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ കണ്ടോ, ഇനി 34 വാക്യം, ഇതൊക്കെയും യേശു പുരുഷാരത്തോട് ഉപമകളായി പറഞ്ഞു, ഉപമ കൂടാതെ അവരോടൊന്നും പറഞ്ഞില്ല. ഞാൻ ഉപമ പ്രസ്താവിപ്പാൻ വായ തുറക്കും, ലോകസ്ഥാപനം മുതൽ ഗൂഢമായത് ഉച്ചരിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഉപമകളൊക്കെ ലോകസ്ഥാപനം മുതലുള്ള ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഉപമയാ പറഞ്ഞതെന്നുള്ള അർത്ഥമാണ് അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി അനന്തരം യേശു പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് വീട്ടിൽ വന്നു. ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്ന് വയലിലെ കളയുടെ ഉപമ തെളിയിച്ചു തരണം എന്ന് അപേക്ഷിച്ചു. ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. ഇതാ ഞാൻ പറഞ്ഞു, 4 ഉപമ കടൽ തീരത്ത് വെച്ച് ആളുകളോട് പറഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് ശിഷ്യന്മാരോട് സ്വകാര്യമായി പറയുമ്പോഴാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാണ്. അപ്പൊ അവൻ ഉത്തരം പറഞ്ഞത്, നല്ല വിത്ത് വിതയ്ക്കുന്നവർ മനുഷ്യപുത്രൻ, വയൽ ലോകം, നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ, കള ദുഷ്ടന്റെ പുത്രന്മാർ, അത് വിതച്ച ശത്രു പിശാച്, കൊയ്ത്ത് ലോകാവസാനം. ഷോർട്ടായിട്ടാണ്, കാരണം ഇത് ശിഷ്യന്മാരുടെ ആകുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, അത്രേ ഉള്ളൂ. നമ്മൾ നാടൻ ഭാഷ പറയുന്ന പോലെ ടെലഗ്രാം വാചകങ്ങളിലാണ് ചുരുക്കി പറയുന്നത്. കൊയ്യുന്നവർ ദൂതന്മാർ, കളകൂട്ടി തീയിലിട്ട് ചുടും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും. മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും, അവർ അവന്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചൂളയിൽ ഇട്ട് കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇതാണ് ആ ഉപമയുടെ വിശദീകരണം യേശുക്രിസ്തു തന്നെ നൽകുന്നത്. അതായത് താൻ പറഞ്ഞ ഉപമയെ താൻ തന്നെ ഇന്റർപ്രറ്റ് ചെയ്തിരിക്കുകയാണ്, വ്യാഖ്യാനിച്ചിരിക്കുക. ആ ഉപമയുടെ പൂർത്തീകരണത്തിൽ ആ ഉപമയെ കൺക്ലൂഡ് ചെയ്യുന്ന ഇതാണ്, നീതിമാന്മാർ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. ഇതാണ് അതിന്റെ കൾമിനേഷൻ. ഇനിയിപ്പോ ഇതെന്തായിരിക്കും കർത്താവ് പറഞ്ഞത്? 2 തരം വിത്തുകൾ ഒരുമിച്ച് വളരുന്നു. നല്ല വിത്തും വളരുന്നു, ആ ഒപ്പം കളയും വളരുന്നു. നമ്മൾ കഴിഞ്ഞ നാളുകളിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ഈ പഴയ നിയമത്തിൻ്റെതും ന്യായപ്രമാണത്തിൻ്റെതും പ്രവാചകന്മാരുടേതും പഴയ നിയമത്തിലെ ക്രൂരതകളുടെയും ആക്രമണങ്ങളുടെയും അവരുടെ ഇരുണ്ട മനോഭാവങ്ങളുടെയും ഒക്കെ കഥകളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ തന്നെ ഈ ചില ആളുകൾ നമ്മൾ പറഞ്ഞത് മനസ്സിലാക്കാതെ തെറ്റിദ്ധരിച്ചിട്ട് ഇപ്പൊ പഴയ നിയമത്തിൽ നിന്ന് ചില വാക്യങ്ങളൊക്കെ എടുക്കും. ഇത് കണ്ടോ, അങ്ങനെ ശരിയാണ്, അങ്ങനെ അവിടെ വാക്യമുണ്ട്. നമ്മൾ ധാരാളം വാക്യങ്ങൾ പഴയ നിയമത്തിൽ നിന്ന് ഉദ്ധരിക്കാറുണ്ട്. ഏശയ്യാവിൽ നിന്ന്, യെരമ്യാവിൽ നിന്ന്, സെക്കറിയാവിൽ നിന്നൊക്കെ നമ്മൾ വാക്യങ്ങൾ ഉദ്ധരിക്കാറുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാക്യങ്ങൾ നമ്മൾ എടുത്ത് പലപ്പോഴും പ്രവചനങ്ങൾ, ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റി പറയുന്ന, പ്രത്യാശ നൽകുന്ന വാക്യങ്ങളൊക്കെ. അപ്പൊ ഇവിടെയാണ് നമ്മൾ മനസ്സിലാകേണ്ടത്, ഇത് നിറയെ കള കയറിയ ഒരു വയലാണ്. അപ്പൊ ആ വയലില് ഇടയ്ക്കിടയ്ക്ക്, ഈ സാധാരണ വയലിൽ എന്താണ്, ഇടയ്ക്കിടയ്ക്ക് കളയുണ്ട്. ഈ വയലിൽ ഇടയ്ക്കിടയ്ക്ക് നെല്ലുണ്ട്. അതാ വ്യത്യാസം. അത് കള കയറിയിട്ട് നെല്ലിന്റെ ഇടയിൽ കളകൾ എന്നുള്ളത് മാറിയിട്ട് കളകളുടെ ഇടയിൽ അവിടെയായിട്ട് നെല്ല് എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് വന്നു. അത്ര കള കയറിപ്പോയി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ കള കയറിയ വയൽ? ഞാൻ കണ്ടിട്ടുണ്ട്. സാധാരണയായിട്ട് നെൽവയലിൽ കള കയറി കഴിയുമ്പോൾ
നമുക്കറിയാം ഈ കള പറിക്കാൻ വേണ്ടി ഒക്കെ ഉണ്ട്. കളനാശിനി അടിക്കുന്നതും കള പറിക്കുന്നതും ഒക്കെ പല കാര്യങ്ങളുണ്ട്. പക്ഷേ കളയുടെ ഇടയിൽ നെല്ല് എന്ന് പറയുന്ന സ്ഥിതിയിൽ കൃഷി ഉപേക്ഷിച്ചു പോയ വയൽ ഞാൻ കണ്ടിട്ടുണ്ട്. സങ്കടം വരുന്നത് കണ്ടാൽ. അതുപോലെ കള കയറി ഒന്നും ചെയ്യാനില്ല, പിന്നെ കത്തിച്ച് കളയാനേ കൊള്ളത്തുള്ളൂ. അതുപോലെ ഹൃദയം തകർന്ന് കൃഷി ഉപേക്ഷിച്ചു പോയിട്ടുള്ള കൃഷിയിടം ഞാൻ കണ്ടിട്ടുണ്ട്. കള അതുപോലെ അങ്ങ് കയറിപ്പോയി. അന്നത്തെ കാലത്തൊക്കെ അത് ശാപാണെന്നും ഒക്കെ പറയുമായിരുന്നു. ഏതായാലും ഞാൻ എൻ്റെ കണ്ണിന് കണ്ടിട്ടുണ്ട് അങ്ങനെ കള കയറിയിട്ട്. നെല്ല് കാണാനില്ല, നെല്ല് കാണാൻ മേലാതെ പോലെ ആയി കള കയറിപ്പോയി. ഇപ്പൊ ഇതുപോലെയാണ് നമ്മൾ ഇസ്രായേലിനെ നോക്കുമ്പോൾ കാണുന്നത്. കൃഷിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് താരതമ്യം ചെയ്തിട്ടുള്ള പരിദേവനങ്ങൾ നമ്മൾ പഴയ നിമിത്തി തന്നെ കാണുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞ എൻ്റെ പ്രിയന് കുന്നിന്റെ മുകളിൽ ഫലവത്തായ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവൻ അതിന് കല്ല് വെറുക്കി കൂട്ടി വേലി കെട്ടി അവൻ അതിന് ഫലങ്ങൾ തന്നെ വളം ചെയ്തു, ഇങ്ങനെ പരിപാലിച്ചു. അതിനെപ്പറ്റി അവസാനം പറയുന്നുണ്ട്, എങ്കിലും ഒടുക്കാൻ കാഴ്ചപ്പോൾ അത് കാട്ടുമുന്തിരിങ്ങയായിരുന്നു, കൊള്ളില്ല. അപ്പൊ ഫലം തരാത്ത ഒരു കൃഷി, അധ്വാനിച്ച കൃഷിക്കാരൻ, ഇതൊക്കെ ഒരു ഇമേജറിയാണ്. അപ്പൊ അങ്ങനെയുള്ള ഇമേജറികളിലൂടെ വന്ന് ലോകത്തിന്റെ അവസാനത്തിങ്കൽ വന്നു നിൽക്കുകയാണ് യേശു തമ്പുരാൻ. നിങ്ങൾ ബൈബിൾ വായിക്കുന്ന സമയത്ത് ഞാൻ ഈ ലൈവ് സീരീസിൽ തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം. അപ്പൊ ബൈബിളിൽ നിങ്ങൾ വായിക്കുമ്പോൾ ലോകാവസാനം അല്ലെ യുഗാവസാനം എന്ന് പറയുമ്പോൾ യേശു തമ്പുരാനും ശിഷ്യന്മാരും നിൽക്കുന്നത് ആ സമയമായിരുന്നു യുഗാവസാനം. ഇന്ന് നമ്മൾ ബൈബിൾ വായിച്ചിട്ട് അതിനെ വീണ്ടും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും തെറ്റ് സംഭവിക്കുന്നത്. അതായത് യേശുക്രിസ്തു നിന്ന ആ കാലഘട്ടമായിരുന്നു ലോകാവസാനം. ലോകാവസാനം ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ടൈം ഈസ് അറ്റ് ഹാൻഡ്. കാലം സമീപിച്ചിരിക്കുന്നു, കാലം തികഞ്ഞു എന്നാ പറഞ്ഞത്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ്. ഈ അറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ എന്നാ? കയ്യെത്തും ദൂരത്ത്. അപ്പൊ ദൈവരാജ്യം കയ്യെത്തും ദൂരത്ത് വന്നിരിക്കുന്നു എന്നാണ് അന്ന് യോഹന്നാൻ സ്നാപകൻ മുതലുള്ളവർ പ്രസംഗിച്ചത്. അതുകൊണ്ടാണ് ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെ ആയിരുന്നു എന്ന് പറയുന്നത്. കാരണം യോഹന്നാനാണ് തുടങ്ങുന്നത്, മാനസാന്തരപ്പെടുവീൻ, സമയം സമാഗതമായിരിക്കുന്നു, ദൈവരാജ്യം ഇതാ തൊട്ടടുത്തെത്തിയിരിക്കുന്നു. അതേ കാര്യം ഇന്നും മതിലേൽ എഴുതി വെക്കുന്ന ആളുകളുണ്ട് എന്ന് പറയുമ്പോൾ അവരെത്രമാത്രം ബോധമുള്ളവരാണെന്ന് ചിന്തിക്കും. ഞാൻ ഈ നാട്ടില് പലയിടത്തും കണ്ടിട്ടുണ്ട്. കരിസ്മാറ്റിക് മൂവ്മെന്റ് വന്നേ പിന്നെ കത്തോലിക്ക പള്ളികളുടെയും സ്കൂളുകളുടെ എല്ലാം മതിൽ പെയിന്റ് അടിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു മയോ ഇല്ല, ഇടമലോ നോക്കാതെ ബൈബിളിലുള്ള വാക്യങ്ങളൊക്കെ എഴുതി വെക്കുക. അപ്പൊ അതിനകത്ത് ഏറ്റവും കൂടുതൽ എഴുതി വെക്കുന്ന ഒരു കാര്യമാണ് സമയം സമാഗതമായി. അങ്ങനെ ഒരു പാട്ടുണ്ട്, സമയം സമാഗതമായെന്ന് പറഞ്ഞ് കത്തോലിക്കൽ ഇറക്കിയിട്ടുണ്ട്. നല്ല രസമുണ്ട് പാട്ടൊക്കെ കേൾക്കാൻ. പക്ഷെ എന്ത് സമയമാണ് സമാഗതമായത്? സമയം സമാഗതമായിട്ട് 2000 വർഷമായി. അപ്പൊ 2000 വർഷം മുമ്പാണ് സമയം സമാഗതമായത്, ഇപ്പോഴല്ല. 2000 വർഷം മുമ്പ് കാലം തികഞ്ഞു, അന്ന് ദൈവരാജ്യം സമീപിച്ചു എന്നാ പറയുന്നത്. അന്ന് ആ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു സമൂഹത്തെ നോക്കിയിട്ടാണ് യേശു തമ്പുരാൻ ഈ ഉപമകൾ പറയുന്നത്, ഇന്നല്ല. എന്നിട്ട് ഈ ഉപമ ഇന്നെടുത്ത് വായിച്ചിട്ട് നമ്മൾ ഇനി ഉടനെ നമ്മളെല്ലാം കൂടെ കുറെ പേരെ പിടിച്ചു കെട്ടി തീ കാത്തിടും, കുറെ പേരെ തിരിക്കും, ഇനി ആളുകളെല്ലാം ഒന്ന് തിരിക്കും, ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. അതങ്ങനെയല്ല അതിന്റെ അർത്ഥം. അപ്പൊ ഇത് പഴയ കാലം മുതൽ, അതുകൊണ്ടാണ് അവിടെ ലോകത്തിന്റെ സ്ഥാപനം മുതൽ മറഞ്ഞിരുന്നത്, ഗൂഢമായിരിക്കുന്നത് പ്രസ്താവിക്കേണ്ടതിന്, വെളിപ്പെടുത്തേണ്ടതിന് അത് ഉപമകളിലൂടെ പ്രസ്താവിക്കാൻ വായ തുറക്കും. പ്രവാചകൻ പറഞ്ഞ പ്രവചനം നിവൃത്തിയായെന്നാണ് ഇവിടെ പറഞ്ഞിട്ട്. അപ്പൊ അതാണ് ഈ പ്രവചനത്തിൽ നമ്മൾ കാണുന്നത്. അപ്പൊ ഒരു തോട്ടം എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. ആ തോട്ടത്തിൽ 2 തരം ആശയങ്ങളാണ്. ഒന്ന് കളയാണ്, മറ്റത് നല്ല ഗോതമ്പാണ്. നല്ല വിത്ത് വിതച്ചിരിക്കുന്നു, ചീത്ത വിത്തും
വിതച്ചിരിക്കുന്നു. ഇപ്പൊ ഈ വിത്ത് എന്ന് പറയുന്നത് എന്താണെന്ന് യേശു തമ്പുരാൻ അവിടെ പറയുന്നുണ്ട്, വചനം അല്ലെങ്കിൽ ആശയം. അപ്പൊ നല്ല ആശയങ്ങളും ചീത്ത ആശയങ്ങളും ഒരുപോലെ വളരുന്നു, എന്നാൽ അതിനെ ഒരുമിച്ച് പറിക്കാനോ നശിപ്പിക്കാനോ തയ്യാറാവുന്നില്ല. രണ്ടും ഒരുമിച്ച് വളരാൻ അനുവദിക്കുകയാണ്. അപ്പൊ ഇത് ഈ പ്രസന്റ് വേൾഡിനെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കുകയാണ്. പക്ഷെ കർത്താവ് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും, അവിടെ പറയുന്ന ഉപമകൾ മുഴുവൻ ദൈവരാജ്യത്തിന്റെ ആഗമനത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ടാണ് കർത്താവ് പറയുന്നത്. അപ്പൊ അവിടെ ഒരു യുഗാവസാനമുണ്ട്. ആ യുഗാവസാനം നമ്മൾ പല പ്രാവശ്യം ചിന്തിച്ചതുപോലെ AD 70 ദൈവാലയ നാശത്തോടുകൂടെ അത് സംഭവിക്കുക. ഒരു ട്രാൻസിഷണറി പീരീഡ് ആണ്. അതായത് ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള, ദൈവരാജ്യത്തിലേക്കുള്ള ഒരു പരിവർത്തന കാലഘട്ടം. അത് യഹൂദ റബിമാര് എപ്പോഴും പറയും 40 വർഷമാണ്. കാരണം ഈ 40 വർഷമാണ് മോശയുടെ നേതൃത്വത്തിൽ മിസ്രൈമിൽ നിന്ന് വിട്ട ജനം കനാനിൽ കടക്കുവാൻ, അത് നിഴലാണ്. 40 വർഷമാണ് മരുഭൂമിയിലൂടെ നടന്നത്. അപ്പൊ വെയിറ്റിംഗ് പീരീഡ്, ട്രാൻസിഷണറി പീരീഡ്, ഇറ്റ് വാസ് 40 years. അതുപോലെ യേശു തമ്പുരാൻ AD 30 കർത്താവ് ഈശോ മിശിഹാ കുരിശിൽ മരിച്ച് സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. പിന്നീടുള്ള 40 വർഷം പഴയ നിയമ ഇസ്രായേലിന്റെ മരുഭൂവാസത്തോട് താരതമ്യം ചെയ്യത്തക്ക വിധത്തിൽ ദൈവരാജ്യ പ്രവേശനത്തിന് വേണ്ടി ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ നടന്നതിന്റെ ഒരു പാരലായിട്ട് ദൈവത്തിന്റെ സഭ 40 വർഷം കാത്തിരുന്നു. കനാനിലേക്ക് പ്രവേശിക്കുകയാണ്. കനാനിലേക്ക് അവർ പ്രവേശിച്ചു. എരിഹോ കോട്ട തകർന്നു വീണു. അവർ കനാനിലെ വിവിധ ജാതികളെ കീഴടക്കി ആ കനാനെ പിടിച്ചെടുക്കുകയാണ്. അവരെങ്ങനെ ഈ കനാനിലേക്ക് പോയോ അതേ പാറ്റേണിൽ 40 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കർത്താവിന്റെ സഭ എവിടേക്ക് പോകുന്നു? ജനങ്ങളിലേക്ക് എത്തുന്നു. അതായത് യഹൂദ മതത്തിന്റെ നിഴലിൽ നിന്ന്, യെരുശലേം ദൈവാലയത്തിന്റെ മറവിൽ നിന്ന് കർത്താവിന്റെ സഭ പുറത്തേക്ക് വരിക. ഇതാണ് പഴയ നിയമത്തിന്റെ ഇമേജറി. ഞാനെപ്പോഴും പറയും, പഴയ നിയമത്തിൽ ഇമേജറി ഉണ്ട്, നിഴലുകളുണ്ട്. ആ നിഴലുകൾ പുതിയ നിയമത്തെ നമുക്ക് പൊരുളുകളായിട്ട് കാണാം. അല്ല പഴയ നിയമത്തെ നമ്മൾ അപ്പാടെ തള്ളിയിട്ട് അതൊന്നും അങ്ങനെയല്ല. ഇത് പല ആളുകളും പറയുന്ന, കഴിഞ്ഞ ദിവസത്തെ ഈ നമ്മൾ വായിച്ച ആ പുസ്തകത്തിനകത്തൊക്കെ പഴയ നിയമത്തെ നമ്മൾ തള്ളി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പഴയ നിയമത്തിൽ തള്ളി, പഴയ നിയമത്തിൽ ഇമേജസ് ഉണ്ട്, ഷാഡോസ് ആർ ദെയർ. We can see many shadows of Christ even in the sacrifices of Levites. ത്രൂ ഔട്ട് നമുക്ക് കാണാൻ പറ്റും. ഓൾഡ് ടെസ്റ്റമെന്റിൽ ക്രിസ്തുവിന്റെ നിഴല്, സഭയുടെ നിഴല്, ധാരാളം നിഴലുകളെ മറിഞ്ഞിരിക്കുന്ന കാണാൻ പറ്റും. അതുകൊണ്ടാണ് ലോകസ്ഥാപനം മുതൽ മറിഞ്ഞു കിടക്കുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ പല നിഴലുകളും നമുക്ക്, പല സാദൃശ്യങ്ങളും നമുക്ക് കണ്ടെത്താൻ പറ്റും. വ്യക്തികളിൽ കാണാൻ പറ്റും, സംഭവങ്ങളിൽ കാണാൻ പറ്റും, അത്ഭുതങ്ങളിൽ കാണാൻ പറ്റും ഒക്കെ. അതുകൊണ്ടാണല്ലോ കന്യകാമറിയത്തിന്റെ അടയാളമായിട്ട് പല ഇമേജറീസിനെ ഓൾഡ് ടെസ്റ്റമെന്റ് എന്ന് പറയുന്നു. അപ്പൊ ഈ വയലിൽ എന്തുണ്ട്? കളയുമുണ്ട്, വയലിൽ നല്ല വിത്തുമുണ്ട്. അപ്പൊ നല്ല ആശയങ്ങളെ നമുക്കതിനകത്ത് കാണാൻ പറ്റും. പക്ഷെ കളയാണ് കൂടുതൽ. അപ്പൊ കളയുള്ള നെൽവയലെന്ന് വേണോ പറയാൻ, അതോ കളകളുടെ ഇടയിൽ ചില നെല്ലുകളുണ്ടെന്ന് വേണോ പറയാൻ? അത് എത്ര കളയുണ്ടെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും അല്ലേ. നല്ലൊരു നെൽവയൽ അവിടെയായിട്ട് കളയാണെങ്കിൽ നമ്മൾ അതിനെ നെൽവയലെന്ന് പറയും. ഇതിപ്പോ കളവയൽ എന്ന് പറയേണ്ട സ്ഥിതിയിൽ അതുപോലെ കളകളാണ്, കളയാണ് കൂടുതൽ. അപ്പൊ ഈ നെൽവയലുകളെ എടുക്കുക. അപ്പൊ കൊയ്ത്ത് വരികയാണ്. കൊയ്ത്ത് വരട്ടെ എന്നാണ് കർത്താവ് പറയുന്നത്. ഈ കൊയ്ത്ത് ഇനി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഭാവി കാലത്ത് വരാനുള്ള കൊയ്ത്താണ് എന്ന രീതിയിലാണ് ഭൂരിപക്ഷം ആളുകളും മനസ്സിലാക്കുന്നതും വായിക്കുന്നതും പ്രബോധിപ്പിക്കുന്നതും ഇതിൽ നിന്ന് പ്രസംഗിക്കുന്നതും എല്ലാം ആ രീതിയിലാണ്. പക്ഷെ ഇത് സത്യത്തിൽ ഇസ്രായേലിന്റെ തന്നെ ചരിത്രമാണ്. ആ വയൽ ഇസ്രായേൽ തന്നെയാണ്, ആ തോട്ടം ഇസ്രായേൽ തന്നെയാണ്. നമുക്ക് ബൈബിളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും ഇസ്രായേലിനെ തോട്ടം എന്ന് വിളിക്കുന്നത്. നീ തന്നെയാണ് ആ തോട്ടം. ഇസ്രായേലിനോട് പറയുന്നുണ്ട്, നീ ഒരു
തോട്ടമാണ്. കാരണം പല സ്ഥലത്തും കാണാൻ പറ്റും. ഞാനിപ്പോൾ ഒരു വാക്യം വേണമെങ്കിൽ നമുക്ക് എടുക്കാം. കാരണം ധാരാളം സ്ഥലങ്ങളിൽ ബൈബിൾ വായിച്ച് പരിചയമുള്ളവർക്കറിയാം, ബൈബിളിൽ ഇതുപോലെ ഇസ്രായേലിനെ താരതമ്യപ്പെടുത്തുന്ന മറ്റ് ഇമേജറികൾ കുറവാണ്. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വാക്യമുണ്ട്. അതിനകത്ത് ഈ മിക്കവാറും നമ്മൾ ഭിത്തിയിലൊക്കെ എഴുതി വെക്കുന്ന ഒരു വാക്യം, വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു വാക്യം ഞാൻ എടുക്കാം. വേറെ വാക്യങ്ങളുണ്ട്. ഈ വാക്യം നോക്ക്. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിൽ നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ പോലെയുമാകും. ഇതൊരു വാക്യം മാത്രം, ഒരുപാട് വാക്യങ്ങളുണ്ട്. തോട്ടം എന്നുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് ഒരു തോട്ടമായിട്ട് അല്ലെങ്കിൽ ഒരു വയൽ പ്രദേശമായിട്ട് കാണുക, അല്ലെങ്കിൽ കർത്താവിന്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുന്നവർ, കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ പണിയാൻ പോകുന്നവർ, ഇങ്ങനെയൊക്കെയുള്ള കോൺസെപ്റ്റ്. ദൈവരാജ്യം ദാസന്മാരെ മുന്തിരിത്തോട്ടത്തിലേക്ക് പണിയാൻ വിട്ടു, വയലിലേക്ക് പണിയാൻ വിട്ടു, വയലിൽ ഉഴാൻ വേണ്ടി പോയി, പിന്നെ ആടുകളെ മേയ്ക്കാൻ പോയി. ഇങ്ങനെയുള്ള ധാരാളം ഉപമകളാണ് ദൈവവും ജനവുമായിട്ടുള്ള ബന്ധത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ രണ്ട് ആശയങ്ങളാണ് നമ്മൾ കാണുന്നത്. രണ്ടാശയധാരം, നല്ല വിത്തും കളയും. നമ്മളിപ്പോ പിന്നെ ഏദൻ തോട്ടത്തിന്റെ ഇമേജറി വായിക്കുമ്പോൾ ഏദൻ തോട്ടത്തിലെ രണ്ട് വൃക്ഷത്തെ നമുക്ക് കാണാം. ഒന്ന് നന്മയുടെയും തിന്മയുടെയും അറിവിനെ നൽകുന്ന ഒരു വൃക്ഷം, നന്മ തിന്മകളുടെ അറിവ് എന്ന ഒരു വൃക്ഷം. വേറൊരു വൃക്ഷം നമുക്ക് കാണാൻ പറ്റും, അത് ജീവന്റെ വൃക്ഷമാണ്. ഇത് തമ്മിൽ എന്ത് വ്യത്യാസമാണ് നിങ്ങൾ ഓർത്തേ? ഒന്ന് നോളജ് ഓഫ് ഗുഡ് ആൻഡ് ഈവിൾ, മറ്റേത് നോക്കുമ്പോൾ ലൈഫ്. അപ്പൊ കോൺട്രാസ്റ്റ് ആണോ? നിങ്ങൾ ഒന്ന് ചിന്തിച്ച, അറിവും ജീവനും. ഒന്ന് അറിവാണ്, മറ്റേത് ഫുൾനെസ് ഓഫ് ലൈഫ്, ജീവന്റെ സമൃദ്ധി. മറ്റേത് അറിവാണ്. അറിവെന്ന് പറഞ്ഞാൽ എന്താണ്? സംഘർഷം ഉണ്ടാക്കുന്ന അറിവാണ്. നന്മയും തിന്മയും തമ്മിലുള്ള സംഘർഷം. ഇപ്പൊ ഈ സംഘർഷത്തിന് നിദാനമായിട്ടുള്ള ഒരു വൃക്ഷഫലം, യഥാർത്ഥ വൃക്ഷം എന്താണ്? യഥാർത്ഥ അറിവ്. നല്ല വിത്ത് എന്ന് പറഞ്ഞാൽ അത് സ്നേഹമാണ്, അത് സമാധാനമാണ്, അത് ഐക്യമാണ്. ഈ അറിവിന്റെ വൃക്ഷം കഴിക്കുമ്പോഴേ എന്തുണ്ടാകുന്നത്? കലഹമാണ് ഉണ്ടാകുന്നത്. നിങ്ങൾ നോക്കുക, ആദമും ഹവയും തമ്മിൽ കലഹം ഉണ്ടാകുകയാണ്. കാരണം ദൈവം ചോദിക്കും, നിങ്ങൾ ആ ഫലം തിന്നോ? അപ്പോഴേ ആദം തൊട്ടടുത്ത് നിൽക്കുന്ന സ്ത്രീയെ വിരൽ ചൂണ്ടി ബ്ലെയിം ചെയ്യുക. നീ എന്നോട് കൂടെ ഇരിപ്പാൻ തന്ന ഈ സ്ത്രീ എനിക്കത് തന്നു, ഞാൻ തിന്നു. കണ്ടോ, കുറ്റം ഏറ്റെടുക്കുന്നില്ല. അവൻ പറയാണ് ഇത് സ്ത്രീ തന്നു, ബ്ലെയിം ചെയ്യാണ്. സ്ത്രീ പെട്ടെന്ന് പാമ്പിനെ ബ്ലെയിം ചെയ്യുന്നു, പാമ്പിന് പിന്നെ ആരും ബ്ലെയിം ചെയ്യാനില്ല. ഇങ്ങനെ ഒറ്റ സെക്കൻഡ് കൊണ്ട് ആ മൂന്ന് കഥാപാത്രങ്ങൾ മൂന്ന് തട്ടയിലായി. ഡിവിഷൻ കൊണ്ടുവരികയാണ്. അറിവ് എപ്പോഴും ഡിവിഷൻസിനെ കൊണ്ടുവരും. ഇപ്പൊ തന്നെ ക്രിസ്ത്യൻ സഭയിൽ നമ്മൾ നോക്കുമ്പോൾ ദൈവശാസ്ത്രം ചർച്ച ചെയ്യുമ്പോൾ ഡിവിഷൻസ് ഉണ്ടാകുന്ന അറിവാണ്. ദൈവശാസ്ത്ര സംബന്ധമായ ചർച്ചകളാണ്. ഈ ചർച്ചകൾ വന്നു കഴിയുമ്പം ഡിവിഷൻ കൊണ്ടുവരികയാണ്. അപ്പൊ ഈ ഏത് വൃക്ഷത്തിന്റെ ഫലമാണിത്? ഈ നന്മയുടെയും തിന്മയുടെയും അറിവിന്റെ വൃക്ഷമാണ്. അപ്പൊ അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലത്തിൽ നിന്ന് കലഹമുണ്ടാകുകയാണ്, ഭിന്നത ഉണ്ടാകുകയാണ്. നോളജ് പപ്സ് അപ്പ്, അറിവ് ചീർപ്പിക്കുന്നു. കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് പറയുന്ന അറിവ് ചീർപ്പിക്കുന്നു. അറിവ് ഡിവിഷൻസിനെ കൊണ്ടുവരികയാണ്.
ഡിവിഷൻസ് ഉണ്ടാക്കുകയാണ്. ഇപ്പൊ തന്നെ ക്രിസ്തീയ സഭയിലെ ഭിന്നതകൾ മുഴുവൻ എന്താണ്? ദൈവശാസ്ത്ര ചർച്ചകൾ ചെയ്യുകയാണ്, അറിവാണ്. ബട്ട് ലവ് യുണൈറ്റ്സ്. സ്നേഹം എന്ത് ചെയ്യുകയാണ്? ഒരുമിപ്പിക്കുകയാണ്, ഐക്യപ്പെടുത്തുകയാണ്. അപ്പൊ രണ്ട് മാർഗമുണ്ട്, രണ്ട് മാർഗം. ഒന്ന് സ്നേഹത്തിന്റെ മാർഗമാണ്, മറ്റത് അറിവിന്റെ മാർഗമാണ്. ഇപ്പം ഞാൻ പറയാം, ഈ ക്രിസ്തീയ സഭയുടെ ആധാരമായിട്ട്, അല്ല ക്രിസ്ത്യൻ ചർച്ചിന്റെ ദൈവശാസ്ത്രവും ഉപദേശം അല്ലെങ്കിൽ ഉപദേശവും നടപ്പും, ഫെയ്ത്ത് ആൻഡ് വാക്ക്, വിശ്വാസവും നടപ്പും, രണ്ട് സിമ്പിൾ സെന്റൻസിൽ സംഗ്രഹിക്കാം. ഒന്ന്, ജീസസ് ഈസ് ലോർഡ്. ജീസസ് ഈസ് ലോർഡ്. രണ്ട്, ഗോഡ് ഈസ് ലവ്. ഒന്ന്, ജീസസ് ഈസ് ലോർഡ്. ജീസസ് ഈസ് ലോർഡ് എന്നുള്ള 3 പദമുള്ള ആ ഒരു സിമ്പിൾ സെന്റൻസിന്റെ എക്സ്പാൻഷനാണ് മുഴുവൻ തിയോളജി. ക്രിസ്ത്യൻ തിയോളജി മുഴുവൻ നിങ്ങൾക്ക് ചുരുട്ടിക്കെട്ടി ഈ ഒറ്റ വാചകത്തിൽ എഴുതാം. ജീസസ് ഈസ് ലോർഡ് എന്നുള്ള ആ ഏർലി ചർച്ചിന്റെ കൺഫെഷൻ, ദയർ സ്ലോഗൻ, അവരുടെ മുദ്രാവാക്യം, ആദിമ സഭയുടെ മുദ്രാവാക്യം ഇത്രയേ ഉള്ളായിരുന്നു. അവർക്ക് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഇന്ന് നമ്മൾ പറയുന്ന രീതിയിലുള്ള കൺഫെഷൻ അല്ല. ദയർ കൺഫെഷൻ വാസ് വെരി സിമ്പിൾ, ജീസസ് ഈസ് ലോർഡ്. ഈ ജീസസ് ഈസ് ലോർഡ് എന്നുള്ളതിന്റെ എക്സ്പാൻഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ ആണ് ഹോൾ ക്രിസ്ത്യൻ തിയോളജി. അതായത് മുഴുവൻ ക്രിസ്ത്യൻ തിയോളജിയും കൂടെ ചുരുട്ടിക്കെട്ടി ചെറുതാക്കി കൊണ്ടുപോകണമെങ്കിൽ ഒറ്റ ലൈനിൽ എഴുതാനുള്ളതേ ഉള്ളൂ, ജീസസ് ഈസ് ലോർഡ്. ഈ ജീസസ് ഈസ് ലോർഡ് വികസിച്ചു പോയ പോക്കാണ് നമ്മുടെ മുഴുവൻ തിയോളജി. അതിന്റെ വികാസത്തിൽ നിന്നാണ് ഇത്രയേറെ ബ്രാഞ്ചസ് ഓഫ് തിയോളജി ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് ബ്രാഞ്ചിലായിട്ട് ഇന്നിങ്ങനെ കിടക്കുകയാണ്, അല്ലെ? എത്രയെത്ര പ്രബന്ധങ്ങൾ, എത്രയെത്ര ഡോക്ടറേറ്റുകൾ, എത്രയെത്ര യൂണിവേഴ്സിറ്റികൾ, ബൈബിൾ കോളേജുകൾ, എന്തെല്ലാം കാര്യങ്ങളാണ്. ഒറ്റ ടാഗിലെ ജീസസ് ഈസ് ലോർഡ്. അടുത്തത് സഭയുടെ നടപ്പ് സിദ്ധാന്തം എങ്ങനെയാന്നുള്ളത് ജീസസ് ഈസ് ലോർഡാണ്. മനസ്സിലായോ? ഡോക്ട്രിൻ, ഫെയ്ത്ത്, ഫിലോസഫി, എവറിത്തിങ്. അടുത്തത് ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാകുന്നു. ഈ ദൈവം സ്നേഹമാകുന്നു എന്നുള്ളതിനെ എന്ത് ചെയ്തില്ല? വിപുലീകരിച്ചില്ല, വിശദീകരിച്ചില്ല. അപ്പൊ ദൈവം സ്നേഹമാകുന്നു എന്നതിനെ കൂടെ എന്ത് ചെയ്യണമായിരുന്നു? എക്സ്പ്ലെയിൻ ചെയ്യണമായിരുന്നു, എക്സ്പാൻഡ് ചെയ്യണമായിരുന്നു. അവിടെയാണ് ക്രിസ്തീയ സഭയ്ക്ക് സംഭവിച്ച പാളിച്ച, ക്രിസ്തീയ സഭയ്ക്ക് സംഭവിച്ച പരാജയം. അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത്, അതിനെ എക്സ്പാൻഡ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ ഈ ഡിവിഷൻസ് ഒഴിവാക്കാമായിരുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഈ നമ്മുടെ മുമ്പിൽ 2 ചോയ്സ് ആണ്. ഒന്ന് അറിവ്, നോളജ് ആണ്. നോളജ് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? പപ്സഫ് ചെയ്യും. അത് ഈ വൃക്ഷത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഏത് വൃക്ഷത്തിൽ നിന്നാ? അറിവിന്റെ വൃക്ഷം. നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് വന്നതാണ്. പക്ഷെ പർദീസായിൽ എന്തിന്റെ വൃക്ഷമുണ്ട്? ജീവന്റെ വൃക്ഷമുണ്ട്, ലൈഫ്. അപ്പൊ യേശു ക്രിസ്തു വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വിവരം വെപ്പിക്കാന്ന്, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകാനുമാണ് വന്നിരിക്കുന്നത്. ലൈഫ് ആൻഡ് അബണ്ടൻസ് ഓഫ് ലൈഫ്. അപ്പൊ ജീവന്റെ സമൃദ്ധി അത് എവിടെയാണ് നിൽക്കുന്നത്? സ്നേഹത്തിലാണ് നിൽക്കുന്നത്, അല്ലെ? അവിടെയാണ് സമാധാനം ഉണ്ടാകുന്നത്. സ്നേഹമുള്ളിടത്താണ് സമാധാനം ഉണ്ടാകുന്നത്. നിങ്ങളുടെ ലൈഫ് വേണ്ടി നോക്കിയാൽ മതി, വീട്ടിനകത്ത് നോക്കിയാൽ മതി. സ്നേഹമുള്ളപ്പോൾ സമാധാനമുണ്ട്, ഒരുമിച്ചാ പോണെ. സമാധാനമുള്ളപ്പോൾ സന്തോഷമുണ്ട്. ഇതെല്ലാം ഒരുമിച്ചാ കോ എക്സിസ്റ്റ് ചെയ്യാണ്. സ്നേഹം, സന്തോഷം, സമാധാനം. അപ്പൊ ഇതിനെ പിന്നെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ദീർഘക്ഷമ.
പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ സപ്പോർട്ടിങ്. അപ്പൊ സ്നേഹം എന്നുള്ളതാണ്. ആ സ്നേഹത്തിന്റെ ഫ്രൂട്ടിന്റെ തന്നെ അനുഭവങ്ങളാണ് ബാക്കി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ എന്ന് പറയാതെ പരിശുദ്ധാത്മാവിന്റെ ഫലം എന്ന് സിംഗുലർ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഗലാത്യലേഖനം എടുത്തു നോക്ക്, ജഡത്തിന്റെ പ്രവർത്തികളോ പ്ലൂറലാണ്. കാരണം അതെല്ലാം ഡിവിസീവാണ്, നാശകരമാണ്. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെത് ഈ 9 എണ്ണം പറയുമ്പോഴും ഫലങ്ങൾ എന്ന് പോലും പറയാതെ ഫലം എന്ന് പറഞ്ഞിരിക്കുക. കാരണം അത് യുണൈറ്റിംഗ് ആണ്, ഐക്യപ്പെടുത്തുന്നതാണ്, ഒരുമിപ്പിക്കുന്നതാണ്, ഒന്നാക്കി മാറ്റുന്നതാണ്, ഫലമാണ്, ഫലങ്ങളല്ല. ഇനി പൗലോസ്ലീഹായുടെ ആ ചിന്തയിലേക്ക് നമുക്ക് പോവാം. പൗലോസ്ലീഹ പറയാണ്, എഫേസ്യ ലേഖനം 3:19 പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാവുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്നും പ്രാർത്ഥിക്കുന്നു. അപ്പൊ അറിവ് വേണം. എന്തറിവാണ്? ആൻഡ് ടു നോ ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. എന്നിട്ട് പറയണം വിച്ച് പാസത്ത് ഓൾ നോളജ്. അപ്പൊ എല്ലാ പരിജ്ഞാനത്തെയും എല്ലാ അറിവിനെയും അതിലംഘിക്കുന്ന, അതിനെ കവിയുന്ന, അല്ലെ അതിനെ പൊതിയുന്ന ഒന്നെന്താണ്? സ്നേഹമാണ്. അപ്പൊ അറിവ് നല്ലതാണ്, അറിവ് വേണം. പക്ഷെ അറിവിനെ അതിലംഘിക്കുന്ന, അറിവിനെയും അപ്പുറത്ത് പോകുന്ന സ്നേഹം. അതുകൊണ്ടാണ് പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയണം. അതാ ഞാൻ പറഞ്ഞ ഗോഡ് ഈസ് ലവ് എന്നുള്ള ആ സ്റ്റേറ്റ്മെന്റ് ആണ്. അത് യോഹന്നാൻ കൊണ്ടുവരുന്നത്. ജീസസ് ഈസ് ലോർഡ് എന്നുള്ള തിയോളജിക്കൽ സ്റ്റേറ്റ്മെന്റ് പൗലോസ് വെക്കുമ്പോൾ ഗോഡ് ഈസ് ലവ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് യോഹന്നാൻ വെക്കുക. ഇപ്പൊ നിങ്ങൾക്കൊരു ചിത്രീകരണം, ഭാവനയെ കാണുമെങ്കിൽ യോഹന്നാൻ സ്ലീഹായും പൗലോസ് സ്ലീഹായും ഓരോ പാത്രം പിടിച്ച് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. പൗലോസ് നിങ്ങളുടെ നേരെ നീട്ടുന്ന പാത്രം ജീസസ് ഈസ് ലോർഡ് കാണുമ്പോൾ വളരെ അട്രാക്റ്റീവ് ആണ്. അപ്പം നിങ്ങൾ അത് മേടിച്ച് ഭക്ഷിക്കുന്നതിനോടൊപ്പം യോഹന്നാൻ സ്ലീഹ കൈ നീട്ടി നിൽക്കുന്നുണ്ടോ? ഗോഡ് ഈസ് ലവ് എന്ന് പറഞ്ഞ് അതും മേടിക്കണം. രണ്ടും കൂടെ ഏറ്റുവാങ്ങിയെങ്കിലേ ബാലൻസ്ഡ് ആയിട്ട് ഈ ക്രിസ്ത്യൻ ലൈഫ് പോകത്തുള്ളൂ. അതുകൊണ്ടാണ് പൗലോസ് സ്ലീഹ ഇത്രയും തിയോളജി എല്ലാം പറഞ്ഞ് എഴുതിയിട്ട് അവസാനം പറയാണ്, ഞാൻ പറയുന്ന തിയോളജികളെക്കാളൊക്കെ അപ്പുറത്ത് ആ യോഹന്നാന്റെ കയ്യിലിരിക്കുന്ന പാത്രം ഉണ്ടല്ലോ, അതിനകത്തെ സാധനം നിങ്ങൾ അറിയണം, അതൊന്ന് ടേസ്റ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഈ ഫുഡ് ഫെസ്റ്റിവലിക്ക്, ഭക്ഷ്യമേളയ്ക്ക് പോയിട്ട് ഇങ്ങനെ ഓരോ സ്റ്റാൾ അതുകൂടെ ഒന്ന് കഴിച്ചേക്ക്. അപ്പൊ ഈ സ്റ്റാളിൽ നിൽക്കുന്നവരാ പറയുന്നത്, ഈ സ്റ്റാളിന്റെ നടത്തിപ്പുകാരൻ പറയാണ്, ഈ സ്റ്റാളിൽ കിട്ടുന്ന ഏത് ഡിഷിനേക്കാളും അതിന് അർത്ഥപൂർണ്ണം ഉണ്ടാകണമെങ്കിൽ ഇതിന്റെ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് എടുത്തേ ആണ്ട് അതുകൂടെ കഴിച്ചോ എന്ന് പറഞ്ഞ് യോഹന്നാൻ സ്ലീഹയുടെ സ്റ്റാളിലോട്ട് ചൂണ്ടിക്കാണിക്കുക. നോക്കിയേ, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാൻ പ്രാപ്തരാകണമെന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടെയാണ് ആ യുണൈറ്റിംഗ് ഫാക്ടർ വരുന്നത്. അതുകൊണ്ട് പൗലോസ് സ്ലീഹ തന്നെ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നെന്ന് അടുത്ത അധ്യായത്തിൽ പറയുന്നുണ്ട്, ഇതേ ലേഖനത്തിൽ. അതാണ് ഏറ്റവും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നത്. പൗലോസ് സ്ലീഹ തന്നെയാണ് ഇതൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇവിടെ നോക്കാം, എഫേസ്യർ 4:15 സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. കണ്ടോ അവിടെ പറഞ്ഞിട്ടുള്ളേ? ബട്ട് സ്പീക്കിംഗ് ദ ട്രൂത്ത് ഇൻ ലവ്. കണ്ടോ, ജീസസ് ഈസ് ലോർഡ് എന്നുള്ളതാണ് ട്രൂത്ത്. അതെങ്ങനെ പ്രസംഗിക്കണം? സ്പീക്ക് ദാറ്റ് ഇൻ ലവ്. ഗോഡ് ഈസ് ലവ് എന്നുള്ളത്. അപ്പൊ യോഹന്നാൻ കൊണ്ടുവരുന്ന ആ ഇലയിൽ വേണം പൗലൂസ് കൊണ്ടുവരുന്ന ഈ പഴം പൊതിയാൻ. ഇപ്പൊ കണ്ടോ? അപ്പൊ സ്പീക്ക് ട്രൂത്ത് ഇൻ ലവ്. ക്രിസ്തീയ സഭയ്ക്ക് പറ്റിയത് ട്രൂത്ത് പ്രസംഗിച്ചു, പക്ഷേ യുണൈറ്റിംഗ് ആയിട്ട് ലവ് ഇല്ലാതെ പോയി. അതുകൊണ്ടാണ് സ്നേഹത്തിൽ സത്യം സംസാരിച്ചാൽ അങ്ങനെ ചെയ്യുന്നവർ എവിടെയോട്ട് പോകും? ക്രിസ്തു എന്ന തലയോളം വളരും. അല്ലാത്തവർ പിളരും, പിളരുന്നവർ തളരും. ഇതാണ് നമ്മൾ കഴിഞ്ഞ 2000 വർഷമായിട്ട് കണ്ടത്. അപ്പൊ ഇത് ഈ കളയുടെ ഒരു സ്വഭാവമാണ്.
അപ്പൊ ഈ കള എവിടെ വിതച്ചു? ആദിയിൽ വിതയ്ക്കപ്പെട്ടു. ആദിയിൽ വിതയ്ക്കപ്പെട്ടു പോന്നു. ആ കളയുടെ നാശം ഇങ്ങനെ തുടർന്ന് പോരുകയാണ്. അപ്പൊ അവിടെയാണ് ഒരു കൊയ്ത്ത്, ലോകാവസാനത്തിന്റെ ഒരു കൊയ്ത്തിനെ നമ്മൾ കാണുന്നത്. ആ കൊയ്ത്തിൽ എന്ത് സംഭവിച്ചു? ആ കളകളെല്ലാം കെട്ടി തീയിലിട്ട് ചുട്ടു. ഈ തീ എന്നുള്ള ഒരു പ്രയോഗം യോഹന്നാൻ സ്നാപകൻ മുതൽ ഇങ്ങനെ ആവർത്തിച്ച് കർത്താവ് യേശു തമ്പുരാൻ പല പ്രാവശ്യം പറയുന്നുണ്ട്. ഇത് ആക്ഷരികമായിട്ട് AD 70 ദൈവാലയ നാശത്തിൽ തീ കൊണ്ട് അത് മുഴുവൻ നശിച്ചുപോയി. അത് ആക്ഷരികമായി നിറവേറി. അതിനകത്ത് ഇനി ആർക്കും യാതൊരു സംശയവും വേണ്ട. ഇനി യേശു തമ്പുരാൻ വന്നോ, രണ്ടാമത് വരുമെന്ന് പറഞ്ഞിട്ട് വന്നോ എന്നൊക്കെ പല ആളുകൾ ചോദിക്കുന്നത്. AD 68 കോതമ്പ് കൊയ്ത്ത് കാലത്ത് ആകാശത്തിൽ സൈന്യങ്ങളോടുകൂടെ യേശു കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത് അനേകർ കണ്ടതായിട്ട് ഈവൻ ജോസീഫസ് പോലും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആകാശത്തിൽ കണ്ടതായിട്ട്. ഇനിയും ആളുകൾ അത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം കർത്താവ് എന്തു പ്രവചിച്ചോ അങ്ങനെ തന്നെ അവിടെയുള്ളവർ കണ്ടു. അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പക്ഷെ പല ആളുകൾക്കും വിശ്വാസമില്ല. എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ ചർച്ച് അത്രമാത്രം വളർന്നത്? വാളിന്റെ വായ്ത്തലയ്ക്ക് തെറ്റിയൊഴിയാതെ വിശ്വാസത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് മരിക്കാൻ ആളുകൾ തയ്യാറായത് എന്തുകൊണ്ടാണ്? ഈ തലവേദന മാറ്റുന്ന, മൂക്കിപ്പനി മാറ്റുന്ന അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം കൊണ്ടാണോ? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? മണിയറയിലേക്ക് എന്ന പോലെ ജയിലറയിലേക്ക് ആളുകൾ നടന്നു കയറുകയായിരുന്നു. വർണ്ണമാലിയം എന്ന പോലെ കൊലക്കയർ കഴുത്തിൽ ഏറ്റുവാങ്ങുകയായിരുന്നു. ആളിന്റെ വായ്ത്തലയ്ക്ക് അവർ തെറ്റി ഒഴിഞ്ഞില്ല. ക്രൂര മൃഗങ്ങളുടെ മുരൾച്ചകർക്ക് അവരുടെ വിശ്വാസത്തെ തണുപ്പിക്കാൻ കഴിഞ്ഞില്ല. ഇതിന്റെ കാരണം എന്നാന്ന് വെച്ചാൽ യേശു തമ്പുരാൻ എഴുന്നള്ളി വരുന്നത് കണ്ട ആയിരക്കണക്കിന് ആളുകളുണ്ട്. പറഞ്ഞ കാര്യങ്ങളെല്ലാം ആക്ഷരികമായി നിറവേറി. ഒരിക്കലും തകരില്ല എന്ന് കരുതിയിരുന്ന ദൈവാലയം കല്ലുമേ ശേഷിക്കാതെ ചെതറിച്ചുകൊണ്ട് ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുമെന്ന് യേശു തമ്പുരാൻ പറഞ്ഞ് അതേപടി നിറവേറുന്ന അവരുടെ കണ്ണിൽ അവർ കണ്ടു. അവിടെയാണ് അവരെ ആ വിശ്വാസത്തിൽ ഉറയ്ക്കുന്നതും സ്നേഹത്തിൽ ജ്വലിക്കുന്നതും അവർ ജീവൻ കൊടുക്കാൻ തയ്യാറാകുന്നതും. അതിന് സഭ എങ്ങനെ വളർന്നു എന്ന് മനസ്സിലാക്കണം. അല്ലാതെ ഇപ്പൊ പ്രാണപ്രിയ നീ എന്ന് വരും എന്നൊക്കെ പറഞ്ഞ ചില ആളുകൾ പാടിക്കൊണ്ടിരിപ്പുണ്ട്. പ്രാണപ്രിയന്റെ പ്രത്യക്ഷത കണ്ടിട്ടാണ് സഭ ഉറച്ചത്. ഈ ഉപമയിൽ നമ്മൾ പറയുന്ന ഈ കോതമ്പും കളയും അവിടെ ഉണ്ടായിരുന്നു. യേശു കർത്താവ് പറഞ്ഞ അവിടെ നിൽക്കട്ടെ, കൊയ്ത്ത് വരുന്നുണ്ട്, ആ കൊയ്ത്തോളം വളരട്ടെ എന്ന് പറഞ്ഞ് ഇനി കൊയ്ത്തല്ല വരും. ആ കൊയ്ത്ത് കഴിഞ്ഞു. ലോകാവസാനത്തിലെ ആ കൊയ്ത്ത് കഴിഞ്ഞു. അവിടുത്തെ കളകളെല്ലാം കത്തിപ്പോയി. പിന്നെ എന്ത് ചെയ്യാണ്? നീതിമാന്മാർ. അപ്പൊ അതിന്റെ ആ കൾമിനേഷൻ പോയിന്റിലേക്ക് നമ്മൾ വരിക. അവിടെ യേശുക്രിസ്തു പറഞ്ഞ മത്തായി സുവിശേഷം 13 അധ്യായത്തിലെ ആ ഉപമയില് ആ ഉപമ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോ കർത്താവ് പറഞ്ഞ ആ ഉപമയുടെ വിശദീകരണം യേശു കർത്താവ് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ പറയുന്നുണ്ട്, അവസാനം എന്തു സംഭവിക്കും? നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ, കൊയ്യുന്നവർ ദൂതന്മാർ. അവിടെ കരച്ചിലും പല്ലുകടിയുണ്ട്. അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. Then shall the righteous shine forth as the sun in the kingdom of their father. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇത് ഒരു 2 ആഴ്ച മുമ്പ് ഒരു ലൈവിൽ നമ്മള് സ്ലീഹന്മാര് 12 സിംഹാസനങ്ങളിൽ ഇരിക്കുമെന്നുള്ള വാക്യത്തെ പറ്റി പറഞ്ഞപ്പോ ഇതേ കാര്യം പറഞ്ഞാണ്. അന്ന് നീതിമാന്മാർ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. കാരണം എന്താ പറയുക? ഇതൊരു പുതിയ ആകാശവും പുതിയ ഭൂമിയും അൺവെയിൽ ചെയ്യപ്പെടുകയാണ്. പുതിയൊരാകാശം, പുതിയ ഭൂമി. ഇപ്പോ
ഈജിപ്തിൽ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് പോരുന്ന ഇസ്രായേൽ ജനം സ്വന്തമായി ഒരു ആവാസ വ്യവസ്ഥയിൽ, സ്വന്തമായ ഭരണത്തിൽ കനാനിൽ വന്ന് താമസിക്കുന്ന 40 കൊല്ലത്തെ ഗ്യാപ്പ് ഞാൻ പറഞ്ഞു. അവരുടെ ഒരു പുതിയ ജീവിതം അവിടെ ആരംഭിക്കുക. അതുപോലെ യേശുക്രിസ്തുവിന്റെ ഉത്ഥാനത്തിന് ശേഷം ക്രിസ്ത്യൻ സഭ യഹൂദ മതത്തിനും യെരുശലേം ദൈവാലയത്തിനും കീഴിലും നിഴലിലും നിൽക്കുകയാണ്. ഇസ്രായേൽ ജനം മേഘസ്തംഭത്തിന്റെ കീഴിൽ 40 വർഷം മരുഭൂമിയിൽ നിന്നതുപോലെ കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം 40 വർഷം സഭ കാത്തിരിക്കുകയാണ്. ആ കാത്തിരിപ്പിന് വിരാമമായിക്കൊണ്ട് യെരുശലേം ദൈവാലയം തകർക്കപ്പെട്ടുകൊണ്ട് കർത്താവിന്റെ സഭ എന്തായി തീരുക? പുതിയ ആകാശത്തിന്റെയും പുതിയ ഭൂമിയുടെ കീഴിലേക്ക് വരികയാണ്. അവിടെയാണ് ദൈവരാജ്യം ശക്തിയോടെ വരുന്നത്. അപ്പൊ ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് വരെ മരണം ആസ്വദിക്കാത്തവർ നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ 40 കൊല്ലത്തേക്ക് മരിക്കാത്ത ചില ആളുകൾ ഇവിടെ ഉണ്ട്. അന്നത്തെ കാലത്തെ ആയുർദൈർഘ്യം അനുസരിച്ച് അത് വലിയൊരു അതിശയമായിരുന്നു. അതൊരു പ്രവചനമായിരുന്നു. ഇന്നിപ്പോ പറയാണ്, ഇന്നിപ്പോ 2024 2064 നടക്കാൻ പോകുന്ന ഒരു കാര്യം. അന്ന് വരെ ഇരിക്കുന്നവർ ചിലരൊക്കെ ഇതിനകത്തുണ്ട്. കുറച്ചു മുമ്പ് ഞങ്ങൾ ക്ലബ് ഹൗസ് ഇരുന്നപ്പോൾ അനിമോൻ തങ്കച്ചൻ 50 കൊല്ലം കഴിയുമ്പോൾ മലങ്കര റീത്ത് സഭയിൽ എന്തോ സംഭവിക്കുമെന്ന് പറഞ്ഞപ്പം അവിടെ ഇരുന്ന് CP റജി പറയുന്നത് കേട്ടു, ആരൊക്കെ അന്ന് ഇരിക്കും. കാരണം CP റജിക്ക് ഒരു ഹോപ്പില്ല ഇനി 50 കൊല്ലം കൂടി ഇരിക്കുമെന്ന്, ഒരു ധൈര്യമില്ല. അത് തന്നെയല്ല, ക്ലബ് ഹൗസ് ഇരിക്കുന്ന ഒരുത്തനും 50 കൊല്ലത്തേക്ക് ഇരിക്കാമെന്ന് പുള്ളിക്ക് ഏറെക്കുറെ ബോധ്യമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രസ്താവന വന്നത്. ആരൊക്കെ കേട്ടോ? യേശുക്രിസ്തു പറയാണ്, ഈ ദൈവരാജ്യ ശക്തിയോടെ വരുന്നത് കാണുന്നത് വരെ, ദൈവരാജ്യ ശക്തിയോടെ വരുന്നത് കാണുന്നത് വരെ മരിക്കാത്തവർ എന്ന് പറഞ്ഞാൽ 40 കൊല്ലം കഴിഞ്ഞാണ് ഇത് ശക്തിയോടെ വരുന്നത്. കുറച്ചു പേരൊക്കെ ഇതിനകത്തൊണ്ടടാ പോയെന്നവർ. ഈ ദൈവരാജ്യം ഇതുവരെ ശക്തിയോടെ വന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ ബ്രദറൻകാരും പൊന്തക്കോസുകാരും കരിസ്മാറ്റിക്കുകാരും പിന്നെ സെന്റ് പോൾസുകാരും റിവൈവൽ ഫെലോഷിപ്പുകാരും ഒക്കെ പറയണം, ഈ ദൈവരാജ്യം വരുന്നത് വരെ ജീവനോടെ ശേഷിക്കും എന്ന് പറഞ്ഞ് യേശു പറഞ്ഞ ആളുകൾ ഇപ്പൊ യെരുശലേം ഇരിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ ഈ വിശുദ്ധ നാട് ടൂറിനകത്ത് അതുകൊണ്ട് ഉൾപ്പെടുത്തണ്ടേ? ഈ 2000 വർഷം പഴക്കമുള്ള അപ്പൂപ്പന്മാരെ കാണിക്കണ്ടേ? അപ്പൊ ഇവര് കള്ളന്മാരല്ലേ? ഒന്നുകിൽ ഇവന്മാര് കള്ളന്മാരല്ലേ യേശു കള്ളൻ. ഇതിനകത്ത് ആരാ കള്ളൻ? എന്നെ കേൾക്കുന്ന നിങ്ങൾ തീരുമാനിച്ചോ. അത് ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് വരെ മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ കൂട്ടത്തിൽ നിപ്പുണ്ട് എന്ന് യേശുക്രിസ്തു പറഞ്ഞത്. ഞാൻ പറയുന്നു, 40 കൊല്ലം കഴിയുമ്പോ ഈ യെരുശലേം ദൈവാലയം ഇടിഞ്ഞു വീഴുന്ന കാഴ്ച, ജുദായിസത്തിന്റെ അവസാനം, യുഗത്തിന്റെ അന്ത്യം, മോശയുടെ ന്യായപ്രമാണത്തിന്റെ യുഗത്തിന്റെ അന്ത്യം, അത് കഴിയുമ്പോൾ ക്രിസ്തീയ സഭയാണ് എസ്റ്റാബ്ലിഷ് ആകുന്നത്. റോമൻ സാമ്രാജ്യം മുഴുവൻ അത് ഫ്ലറിഷ് ചെയ്യാണ്. അതാണ് ദൈവരാജ്യ ശക്തിയോടെ. ഇത് കാണുന്നത് വരെ നിൽക്കുന്നവർ ഉണ്ട് എന്നാണ് യേശു പറഞ്ഞത്. അത് അവർ കാണുകയും ചെയ്തു. കർത്താവിന്റെ പ്രവചനം പൂർത്തീകരിക്കുകയും ചെയ്തു. പെർഫെക്റ്റ് ആണ്. ഇനി അങ്ങനെയല്ല, ആ പ്രവചനം ഇനിയും നടക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇവര് പറഞ്ഞാൽ അന്ന് യേശു പറഞ്ഞ ആളുകളെ യെരുശലേമിൽ ഇവരിപ്പൊ കാണിച്ചു തരണം എന്ന് പറഞ്ഞാൽ ഒരു 2060 2070 വയസ്സൊക്കെ പ്രായമുള്ള ചില അപ്പച്ചന്മാരെ യെരുശലേമിൽ ആര് കാണിച്ചു തരണം? ഈ ബ്രദറൻ കുഞ്ഞുങ്ങൾ കാണിച്ചു തരണം, ഈ പൊന്തോകൾ കാണിച്ചു തരണം, ഈ കരിസ്മാസ്റ്റിക്കന്മാർ കാണിച്ചു തരണം, ഈ സെയിന്റ് പോൾസുകാർ കാണിച്ചു തരണം. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ? എടാ, അങ്ങനെ പറഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾ കള്ളന്മാര്, കാരണം ബൈബിൾ വചനം കോട്ടി നിങ്ങൾ നുണ പറയുന്നു, അല്ലെ യേശു കള്ളൻ പറഞ്ഞു നുണയാണ്. നിങ്ങൾക്ക് ഏത് വേണം? ഒന്നുകിൽ യേശു നുണയൻ, അല്ല ഇവന്മാര് കള്ളൻ. ഇവന്മാര് കള്ളന്മാരാകുന്നതാണോ യേശു നുണയനാകുന്നതാണോ നിങ്ങൾക്ക് പ്രിഫറബിൾ ആയിട്ടുള്ള പൊസിഷൻ? ഇവന്മാര് കള്ളന്മാരാകുന്ന എനിക്കിഷ്ടം. ഇവന്മാര് കള്ളന്മാരാന്നേ, എന്റെ യേശു കള്ളത്തരം നുണയൊന്നും പറയത്തൊന്നുമില്ല. 2 ഓപ്ഷൻ ഒന്നുമില്ല. ഒന്നുകിൽ യേശു നുണയൻ, അല്ല ഇവൻ കള്ളൻ. ഏത് വേണം? ഒന്നുകിൽ ഇവൻ കള്ളൻ, അല്ല യേശു നുണയൻ. ഏതാ? ചങ്ങാതിയെ പിരിയാൻ പറ്റാതെ വന്ന് തീട്ടം തിന്നുന്ന ഒരുത്തന്റെ കഥയുണ്ടല്ലോ പണ്ട്, കേട്ടിട്ടില്ലേ? ആ കഥ അടുത്ത ദിവസം പറഞ്ഞുതരാം. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇവന്മാരെ ന്യായീകരിക്കാൻ വേണ്ടി നിങ്ങൾ യേശുവിനെ നുണയനാക്കരുത്. മനസ്സിലായോ? ഈ പറഞ്ഞ പെന്തക്കോസുകാരുടെ പാട്ട് പാടെ മേഘത്തേരി വരുന്നു എന്ന് ഇവൻ പാടിക്കൊണ്ടിരിക്കും. ഇവന്റെ പാട്ടും ഏറ്റുപാടി ഇവന്റെ പ്രസംഗവും കേട്ട് ഈ വിഡ്ഢിത്വം പറഞ്ഞു നടന്നാൽ നിങ്ങൾക്ക് വേണ്ടി ജീവനെ നൽകിയ ജീവന്റെ നാഥനായ യേശു തമ്പുരാനെ ഒരു നുണയനാക്കി മാറ്റുകയാണ്. ഞങ്ങൾ പറയുന്നെങ്കിൽ യേശു നുണയനല്ല. ഹീസ് ദ ലോർഡ് ആൻഡ് സേവിയർ, ഹീസ് ദ ട്രൂത്ത്. അവൻ പറയും ഞാനാണ് സത്യം.
ഞാൻ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞ യേശു കർത്താവിനെ നുണയനാക്കി മാറ്റുന്ന വ്യാഖ്യാനമാണ്. അപ്പൊ ഇവിടെ പറയണം, അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. അവിടെയാണ് മരിച്ചവർ അക്ഷരായി അന്ന് വരെ കൊല്ലപ്പെട്ട അപ്പോസ്തലന്മാരൊക്കെ പുനരുത്ഥാനം ചെയ്തു. നീതിമാന്മാർ ദൈവത്തിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ ശോഭിക്കാൻ തുടങ്ങി. അവരുടെ പ്രാർത്ഥനകൾക്ക് മറുപടികൾ വർഷിക്കപ്പെടാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഇന്നും ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും സഭ ഓർക്കുന്നത്. ഇവര് സൂര്യനെ പോലെ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. സഭയ്ക്ക് വെളിച്ചമായി, ലോകത്തിന് വെളിച്ചമായി, ലോകത്തിന്റെ നന്മയ്ക്കായി അവര് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, നിർത്തിയിടരുതേ മാതാവേ ഞങ്ങൾക്കായുള്ള അർത്ഥനയെ. കാരണം ഈ ശുദ്ധിമാന്മാരും ശുദ്ധിമതികളും മുഴുവൻ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യന്മാരായി മാറിക്കഴിഞ്ഞു. അതെപ്പോ സംഭവിച്ചു? ദൈവരാജ്യത്തിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിൽ അത് സംഭവിച്ചു. അവരാണ് അടിസ്ഥാന സഭയുടെ. അതുകൊണ്ടാണ് അവർ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്റെ മേൽ ഈ സഭ പണിതിരിക്കുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കും എന്ന് യാക്കോബ് എഴുതിയിരിക്കുന്നത്. The prayers of a righteous person avails much. Yes, it avails much. അതുകൊണ്ടാണ് നീതിമാന്റെ ഓർമ്മ വാഴ്വിനായി തീരട്ടെ എന്നുള്ള പ്രവചനം ഇന്നും നിറവേറിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? This is the beauty of orthodoxy and the authenticity of orthodox faith. Unfortunately, ദൈവശാസ്ത്രപരമായിട്ട് ഇത് മുഴുവൻ 100% ശരിയാണ്. പക്ഷെ നമ്മൾ ഏത് ഭാഗമേ എക്സ്പാൻഡ് ചെയ്തുള്ളൂ? ജീസസ് ഈസ് ലോർഡ്, കറക്റ്റ് ആണ്. വാട്ട് അബൌട്ട് ഗോഡ് ഈസ് ലവ്? ആ ഗോഡ് ഈസ് ലവും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രഹിച്ചറിയാൻ തയ്യാറാണ്. അതാണ് പൗലോസ് പറഞ്ഞത്, സ്നേഹത്തിൽ സത്യം സംസാരിക്കണം. So speak truth in love. If we start to preach truth in love, അപ്പൊ സ്നേഹത്തിൽ പൊതിഞ്ഞു വേണം ഈ സത്യത്തെ നമ്മൾ വിതരണം ചെയ്യുവാൻ. ഇതാണ് ഇതിന്റെ പ്രിൻസിപ്പിള്. സംഭവിച്ചെന്ന് വെച്ചാൽ ഈ ഉപമ പൂർത്തീകരിക്കപ്പെട്ട ഒരു ഉപമയാണ്. ഈ ഉപമ വായിച്ചിട്ട് ഇനി ആരാണ്ട് അവിടെ തീ കത്തിക്കാൻ വരുന്നില്ല. കള നിറഞ്ഞു നിന്ന ആ വയല് ചുട്ട് നശിപ്പിക്കപ്പെട്ടു. അവിടെ നിന്ന് കൊയ്തെടുക്കാനുള്ള ഗോതമ്പ് കൊയ്തെടുക്കപ്പെട്ടു. ക്രൈസ്തവർ പലായനം ചെയ്ത പെല്ല എന്ന ആ മലയോര ഗ്രാമത്തിലേക്ക് അവർ പോവുകയും കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന കൂട്ടായ്മയായി രൂപപ്പെടുകയും ചെയ്തു. അതിനെയാണ് പുതിയ ആകാശം, പുതിയ ഭൂമി എന്ന് പറയുന്നത്. പുതിയ ആകാശവും പുതിയ ഭൂമിയും അവിടെ നിലവിൽ വന്നു. ഇന്ന് നാം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിന്റെയും പുതിയ ഭൂമിയുടെയും കീഴിലാണ്. ഇനി ഇപ്പോൾ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഈ പഴയതിനെ, ഈ പണ്ട് തീ വെച്ച് നശിപ്പിച്ച കളയുടെ DNA സാമ്പിളുകളെ കളക്ട് ചെയ്ത് അതിന്റെ വിത്തുകളെ എടുത്തുകൊണ്ട് വന്ന് അത് ലബോറട്ടറികളിലും ചെറിയ ചെറിയ ഫാം ലാൻഡുകളിലും നഴ്സറികളിലും അതിനെ മുളപ്പിച്ച് അതിനെ വളർത്തിയെടുത്ത് വീണ്ടും ലോകത്ത് പ്ലാന്റ് ചെയ്ത് അത്തരത്തിലുള്ള ഒരു വീടിന്റെ തോട്ടം, വീടെന്ന് പറഞ്ഞാൽ ഈ കളകളുടെ വേറിന്റെ തോട്ടം സൃഷ്ടിക്കണം. കളകളുടെ തോട്ടം. ആ കളത്തോട്ടങ്ങളെ നമുക്ക് കാണാൻ പറ്റും. ആ കളത്തോട്ടം പ്രൊമോട്ട് ചെയ്യുന്നവരെ കാണാൻ പറ്റും. ഇന്ന് ഈ കളപ്പുരയ്ക്കുള്ളിൽ പോലും, ഇതിനി ഒരു വയലല്ല, ഒരു കളപ്പുരയാന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. പക്ഷെ ഈ കളപ്പുരക്കകത്ത് പോലും ആ കളയെ കിളിപ്പിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അങ്ങനെ ചെയ്യുന്നവരോട് നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യമെന്നാണ് പൗലോസ് 2 കൊരിന്ത്യർ 11 അധ്യായത്തിൽ രേഖപ്പെടുത്തിയത്. നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇത്രയൊക്കെ സുവിശേഷം കേട്ടിട്ടും ഇത്തരം അബദ്ധങ്ങൾ പറയുന്ന ആളുകളെ കേൾക്കുമ്പോൾ നിങ്ങൾ അവരോട് പൊറുക്കുന്നത് ആശ്ചര്യം. So that's it. May God bless you. Thank you.